മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. സൂര്യവർഷമനുസരിച്ച് 2025 ഒരു വർഷം നമ്മൾ പിന്നിടുകയാണ്. 2026 പ്രവേശിക്കുകയും ചെയ്യുന്നു. ഒരു വർഷം ജീവിതത്തിൽ ചെറുതല്ല, വലിയ ഒരു ജീവിതത്തിൻ്റെ കാലയളവാണ് സത്യത്തിൽ ഒരു വർഷം. പരലോകത്ത് അല്ലെങ്കിൽ അള്ളാഹു മനുഷ്യരെ ചോദിക്കുകയും ചോദ്യം ചെയ്യുകയും ഹിസാബ് നടത്തുകയും ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ ആയുസ്സിനെ സംബന്ധിച്ചാണ്. ആയുസ്സിനെ സംബന്ധിച്ചുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അനുഭവപ്പെട്ട ഒരു വർഷം. ഇനി വരാനിരിക്കുന്ന വർഷങ്ങളെക്കുറിച്ചല്ല ചോദ്യം, നമ്മൾ ജീവിച്ച് അനുഭവപ്പെട്ട, ജീവിച്ച് തീർത്ത ഒരു വർഷം. അങ്ങനെ പിന്നിലേക്ക് എത്ര വർഷമാണോ ജീവിച്ചത് ആ ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകമാണ് വായിച്ച് ബോധ്യപ്പെടുത്തി ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നത്. അതനുസരിച്ചാണ് അനന്തര നടപടിക്രമങ്ങൾ. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ ഹിസ്വാഹാ എന്ന് മനുഷ്യർ അവിടെ വച്ച് അന്താളിപ്പോടുകൂടി പറഞ്ഞു പോകും. അപ്പൊ നമ്മൾ ഓരോ വർഷം കഴിയും തോറും മറന്നു പോവുകയാണ് പിന്നിട്ട വർഷങ്ങളെ. അപ്പൊ നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മൾ മറന്നിട്ട് പുതിയൊരു ജീവിതത്തെ പുൽകാനും എടുക്കാനും സ്വീകരിക്കാനുമുള്ള വെമ്പലാണ്. അവിടെയാണ് ഈ പുസ്തകം കയ്യിൽ കിട്ടുമ്പോൾ മനുഷ്യൻ ആശ്ചര്യപ്പെടുകയും അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്നു എന്ന് അവൻ തിരിച്ചറിയുകയും ചെയ്യുന്നത്. 2, ആയുസ് എന്നത് നമ്മുടെ നിശ്ചയത്തിലും പരിധിയിലും പെട്ടതല്ല. നമ്മുടെ അറിവും കഴിവും സ്വാധീനവും ശേഷിയും ഇതെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഒന്നല്ല ആയുസ്. അത് നിർണിതമാണ്, അത് നിർണയിക്കപ്പെട്ടു കഴിഞ്ഞതാണ്. അതൊരു ഗർഭാശയത്തിൽ രൂപം കൊള്ളുന്ന ആദ്യ നാളുകളിൽ അള്ളാഹു നിജപ്പെടുത്തുന്ന ഒന്ന് ഓരോരുത്തരുടെയും ആയുസ്സാണ്. അവൻ എത്ര ആയുസ്സാണ് ജീവിക്കുക എന്നത് ആരിലും അറിയാത്ത ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർക്ക് പോലും അറിയിപ്പ് നൽകാത്ത വിഷയം. അപ്പൊ ആ ആയുസ് അമൂല്യമാണെന്നും ലഭ്യമാകുന്ന ആയുസ്സിലെ ഓരോ സന്ദർഭവും പരമാവധി നന്നായി ജീവിതാനുഭവം ഉണ്ടാക്കിയെടുക്കണമെന്നതുമാണ് പ്രവാചകന്മാരെല്ലാം ജനങ്ങളെ ഉത്ബോധിപ്പിച്ചതും ഖുർആൻ ആവശ്യപ്പെട്ടതും. മൂന്നാമതൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ളത് സമ്പത്താണ്. അത് ചെറിയ നിലയിൽ ജീവിക്കണമെങ്കിലും കുറച്ചുകൂടി നന്നായി ജീവിക്കണമെങ്കിലും എന്ന് പറഞ്ഞാൽ
ഇഷ്ടങ്ങൾ പൂർണ്ണമായും നിറവേറ്റി ജീവിക്കണമെങ്കിലും പണം വേണം. അത് അധ്വാനത്തിലൂടെയും ശ്രമകരമായ കണ്ടെത്തലിലൂടെയുമാണ് പണം സമ്പാദിക്കാൻ കഴിയുക. കൃഷിയാകാം, കച്ചവടമാകാം, പണികളാകാം, മറ്റു തര ജോലികളാകാം. വിവിധ തരത്തിൽ ധനാഗമന മാർഗങ്ങളുണ്ട്. അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് വരുന്നില്ല. ആ മാർഗങ്ങളിലെല്ലാം പണം ഉണ്ടാക്കുന്നത് ജീവിതത്തെ നന്നാക്കി തീർക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സമയത്തിൻ്റെ വില വളരെ വലുതായതുകൊണ്ടാണ് സൂറത്തുൽ ഇൻഷിറാഹ് അത് അവസാനിപ്പിച്ചൊരു വാചകം. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇനിയൊരു വിശ്രമകാലം എന്നൊരു കാലമില്ല. ഫൈദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ് എന്ന് പറഞ്ഞിട്ടാണ് ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. നമ്മളൊരു കൃഷി ചെയ്തു കഴിഞ്ഞു, അപ്പോൾ അതിനടുത്ത് തുടങ്ങണം. ഒരു കച്ചവടത്തിൽ നിന്ന് അടുത്ത കച്ചവടം, ഒരു പണിയിൽ നിന്ന് അടുത്തൊരു പണി, തൊഴിലിൽ നിന്ന് വേറൊരു തൊഴിൽ. ഇങ്ങനെ അനുസ്യൂതവും അനവരതവും ജീവിതകാലം മുഴുവനും എൻഗേജ് ആകണം എന്ന് നമ്മൾ പറയുമല്ലോ. വെറുതെ ഒഴിഞ്ഞിരിക്കുന്ന ഒരു സമയമില്ല. അങ്ങനെ പണിയെടുത്ത് വേണം ജീവിക്കാൻ. അതിന് വലിയ മൂല്യമുണ്ട്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ആ ജീവിതത്തിന് ഒരു സ്വാദുണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ഇമാം ബുഖാരി രേഖപ്പെടുത്തുകയും ചെയ്തൊരു ഹദീസുണ്ട്. മാ അക്കല അഹദുൻ തആമൻ ഖത്ത്, ഒരു മനുഷ്യനും ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല, അവന്റെ അമല്, അവന്റെ കൈകൾ കൊണ്ട് പ്രവർത്തിച്ച പ്രവൃത്തിയുടെ ഫലം ആയിട്ട് കഴിക്കുന്നതല്ലാതെ. അവനവൻ അധ്വാനിച്ച് ജീവിക്കുക, പണിയെടുത്ത് ജീവിക്കുക. അങ്ങനെ അതിൽ നിന്നുള്ള ഓഹരി കൊണ്ട് ഒരു ദിവസം ജീവിക്കുമ്പോൾ വല്ലാത്തൊരനുഭൂതി ഉണ്ടാവും. എന്നിട്ട് നബി ഉദാഹരിച്ചത് വേറൊരു നബിയെയാണ്. നബിയുടെ ജീവിതം മുഴുവനും നിത്യേന പണിയെടുത്ത് തന്നെയാണ്. ഫഇന്ന നബിയല്ലാഹി ദാവൂദ കാന യഅ്കുലു മിൻ അമലി യദൈഹി. ഇതാണ് ബുഖാരിയിലെ ഹദീസിലെ വാചകം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാം സ്വയം പ്രയത്നിച്ച് അതിൻ്റെ ഫലം ഉപയോഗിച്ച് ജീവിച്ചയാളാണ്. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പൂർവകാലത്ത് ഭരണാധിപന്മാരിൽ ചിലർ തൊപ്പി തുന്നിയൊക്കെ ജീവിച്ചു എന്ന് നിങ്ങൾ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടാവും. ഇതിപ്പോ ദാവൂദ് നബിയാണ്. പടയങ്കി നിർമ്മിച്ചാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം ഒരു പടയാളിയായിരുന്നു. ദാവൂദ് ജാലൂത്തും താലൂത്തും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കേവലം ഒരു സൈന്യാധിപനായി വന്ന ദാവൂദ് അലൈഹിസ്സലാം ജാലൂത്തിനെ വധിക്കുകയും ആ സൈന്യത്തിന്റെ ഉന്നത സ്ഥാനത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്ത ഒരു മഹാപ്രവാചകനാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന്റെ തൊഴിൽ അതായിട്ട് വരികയാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് പണിയെടുത്ത് ജീവിക്കണം. അങ്ങനെ പണിയെടുത്ത് ജീവിക്കുമ്പോൾ വേണ്ടതുപോലെ വരുമാനങ്ങൾ ഉണ്ടാവും. ആ വരുമാനത്തിൽ ഒതുങ്ങി ജീവിക്കാൻ കഴിയും. ഇപ്പൊ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് വരുമാനത്തിൽ ഒതുങ്ങി ജീവിക്കുക എന്നത് ഇനി വേറെ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ എല്ലാ ആളുകളും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇനി വേറെ പഠിക്കണം എങ്ങനെ ജീവിക്കാം. ആവശ്യങ്ങൾ കൂടുതലും വരുമാനം കുറവും. ഒരു വർഷമല്ല, ഓരോ ദിവസവും. ഒരു ദിവസം നമുക്ക് എന്ത് വരുമാനം, ഒരു ദിവസത്തെ ചെലവ് എത്രയാണ്? നബി മദീനയിൽ ഇരുന്നപ്പോൾ പലപ്പോഴും സഹാബികളുടെ മുൻപിൽ മേൽമുണ്ട് മാറ്റിയിട്ട് 2 തോളിലും തഴമ്പ് കാണിച്ചു. ഇതിപ്പോ അഷ്റഫുൽ ഖൽക്കിനെ കുറിച്ചാണ് കേട്ടോ ഈ പറയണത്. അപ്പോൾ അന്ത്യപ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ നബിയാണ് തോളിലാണ് തഴമ്പ് കാണിക്കുന്നത്.
നമ്മുടെ കൈവെള്ള ഒന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. നിങ്ങൾ ആലോചിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. അങ്ങനെ രണ്ട് തോളിലും ഈ തഴമ്പ് വരണമെങ്കിൽ രണ്ടു ഭാഗവും ഒരുപോലെ ഭാരമുള്ള വെള്ളത്തിന്റെ കാനുകൾ, രണ്ട് വലിയ വടിയിലാണല്ലോ കെട്ടി തൂക്കുന്നത്. നമ്മൾ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പോയാൽ മത്സ്യ വ്യാപാരികൾ അങ്ങനെ കൊണ്ടുപോകുന്നത്. അതവിടെ ഇരുന്നിട്ട് വളരെ വലിയ ഇതാണ് വരുന്നത്. അങ്ങനെ പണിയെടുത്തു. എന്തായിരുന്നു ജോലി? തോട്ടം നനയ്ക്കലാണ്. അതിനൊരു ദിവസം എന്ത് കിട്ടും? ഒരു ദിർഹം പോലും കിട്ടൂല. സഹാബികൾ, നമ്മൾ റളിയല്ലാഹു അൻഹു, പടച്ചവൻ അവരെയൊക്കെ തൃപ്തിപ്പെടട്ടെ എന്ന് ജീവിതകാലം മുഴുവൻ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരെല്ലാവരും സിംഹഭാഗം മക്കയിൽ ജീവിച്ച സഹാബികൾ രാപകൽ ഭേദമന്യേ അധ്വാനിച്ചു. അവർക്കൊന്നും കിട്ടിയില്ല. കാരണം അവരെ പണിയെടുപ്പിച്ചത് കോർപ്പറേറ്റുകളാണ് എന്നാണ് ഇപ്പൊ പറയാവുന്ന വാക്ക്. അത് അബൂജഹലും അബൂലഹബും ഉത്ബയും ഷൈബയും വലീദും ഒക്കെ ആ കാലത്തെ ഏറ്റവും വലിയ ഭൂ ഉടമകളാണ് അവിടുത്തെ. അവരാണ് പണിയെടുപ്പിക്കുന്നത്. പണമൊന്നും കൊടുക്കൂല. അപ്പൊ ചോദിക്കുമ്പോ പറയും പരലോകത്ത് കിട്ടുമെന്നാണ് മുഹമ്മദ് പറഞ്ഞാണ്, അവിടുന്ന് മേടിച്ചോ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തിരുന്നു. ഈ പരിഹാസമൊക്കെ ഇവിടെയും ഏറ്റുവാങ്ങിയതാണ് കേരളത്തിലെ ജനവും. നമ്മുടെ വിഷയം അതല്ല. ഒരു വർഷം നമ്മൾ ജീവിച്ചു. ആ ജീവിതം യഥാർത്ഥത്തിൽ സന്തോഷകരവും സംതൃപ്തവുമാണോ എന്ന് സ്വയം ഒരു വിലയിരുത്തൽ നല്ലതാണ്. അപ്പോൾ വരുമാന വഴികളെല്ലാം നമുക്ക് തെളിഞ്ഞു വരും, ചെലവുകളും തെളിഞ്ഞു വരും. അപ്പൊ കടം ഉണ്ടാകാതിരിക്കാൻ നബിയുടെ ഒരു ദുആ ഉണ്ട് എപ്പോഴും. ആ ദുആ വളരെ വലുതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ വദർക്കി ശഖാ വസൂഇൽ ഖലാ വശമാത്തത്തിൽ അഅദാ. ജീവിതത്തെ മാത്രം ഉൾക്കൊള്ളുന്ന 4 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. നബിയുടെ മറ്റൊരു ദുആയിൽ മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ, കടം വർദ്ധിക്കുക. എങ്ങനെയാണ് കടം വർദ്ധിക്കുന്നത്? ആവശ്യമുണ്ടാവുകയും വരുമാനം അതിനനുസരിച്ചില്ലാതിരിക്കുകയും ചെയ്യും. അപ്പൊ കടം വാങ്ങും. അപ്പൊ അത് നിറവേറ്റാൻ കഴിയാതെ വരും. അതൊരു വലിയ ഭാരമാകുന്നത് പലിശയുമായി ബന്ധപ്പെട്ട് വരുമ്പോഴാണ്. ഇതൊക്കെയാണ് ജീവിതത്തിൽ നമ്മൾ ഒരു സ്വയം വിലയിരുത്തേണ്ട വിഷയം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിലെ ഒരായത്ത് കുറേ കാര്യങ്ങൾ അനാവരണം ചെയ്യുന്നു. ഇഅ്ലമു, നിങ്ങൾ അറിയണം, നിങ്ങളത് മനസ്സിലാക്കണം. അന്നമൽ ഹയാത്തുദ് ദുനിയ, ഈ ജീവിതം ലഇബുൻ വലഹുവുൻ, ഏതാണ്ട് അറിയപ്പെടുന്ന എല്ലാ തഫ്സീറുകളിലും ഈ വാക്കിന് നൽകിയ അർത്ഥം കളികൾ, വിനോദങ്ങൾ. ഈ ജീവിതം അതിനകത്ത് തളച്ചിടപ്പെടുന്നു. അതിലാണ്, ആ ഫ്രെയിമിനകത്തായിരിക്കും കളിയും വിനോദവും. 3 വസീനത്തുൻ, സൗന്ദര്യവും. ലോകത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നതും വ്യവസായാടിസ്ഥാനത്തിൽ വിതരണം ചെയ്യപ്പെടുന്നതും ഏറ്റവും അധികം ഉപയോഗിക്കുന്നതുമായ വസ്തുക്കൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ്. അതിനെക്കുറിച്ച് പല ഗവേഷണങ്ങളും നടന്നിട്ട് കേവലം ഈ ചുണ്ടിൽ പുരട്ടുന്ന ഒരു ഇതുണ്ട് ചുമക്കാൻ വേണ്ടി, 5 തരം മാരക വിഷാണെന്നാണ് ഇപ്പൊ അവസാനം കണ്ടെത്തിയത്. 5 തരം. ഇത് വെറുതെ ഒരു ഉദാഹരണം സൂചിപ്പിച്ചതാണ്. പഴയ കാലത്ത് കിളിവാലൻ വെറ്റില കഴിച്ചിട്ടാണ് ചുണ്ട് ചുമപ്പിച്ചിരുന്നത്. അതൊക്കെ ആ പാട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന്. സൗന്ദര്യമാണ് അത്. ഓരോരുത്തരും സ്വയം ആസ്വദിക്കലല്ല, സൗന്ദര്യം ആസ്വദിപ്പിക്കലാണ്, കാണിക്കലാണ്. വീട് വൃത്തിയാക്കുന്നത് മുതൽ, നല്ല വസ്ത്രം ധരിക്കുന്നത് മുതൽ,
ഭക്ഷണം ഉണ്ടാക്കുന്നത് മുതൽ അങ്ങനെ ഒരുപാട്. ഇമാം റാസിയൊക്കെ അതിന് നൽകിയ അർത്ഥം നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. 15 നൂറ്റാണ്ട് മുൻപ് ഇങ്ങനെ ഒരു കാര്യം പോലും ലോകത്തില്ല. സൗന്ദര്യം എന്നൊരു വിഷയത്തെക്കുറിച്ച് എന്ത് കൺസെപ്റ്റാന്നുള്ളത് ഒന്നുമില്ല. ആ കാലത്താണ് ഖുർആൻ പറഞ്ഞ ഈ ജീവിതം കളിയും വിനോദവും തമാശയുമാണ്. തബരിയെ പോലുള്ളവർ, ഇബ്നു കസീറിനെ പോലുള്ളവർ ഇതിന് വേറെ അർത്ഥകൽപ്പന കൽപ്പിച്ചു. ശൈശവ കാലഘട്ടത്തിൽ കുട്ടികൾ 4 കാലിൽ നടക്കുന്നത്, എഴുന്നേറ്റ് നടക്കുമ്പോൾ വീഴുന്നത്, പിന്നീട് ചെറിയ ചെറിയ കാലടിപ്പാടുകൾ വഹിക്കുന്നത്, ഓടുന്നത്, അവര് കാണിക്കുന്ന എല്ലാ പ്രവൃത്തികളും ഈ 2 പദവും ഉൾക്കൊള്ളുന്നതാണ്. പക്ഷെ യുവത്വത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ആയാൽ പോരല്ലോ. കുട്ടികൾക്ക് നടക്കാം, വീഴാം, കളിക്കാം, ചിരിപ്പിക്കാം, അങ്ങനെ പലതുമുണ്ട്. ചേഷ്ടകൾ എന്തും ആകാം. കാര്യവിചാരത്തിൻ്റെ ഒരു സമയം കൗമാരാണ്. അവിടെ മുതലാണ് ജീവിതം യഥാർത്ഥത്തിൽ തുടങ്ങുക. ആ കാലഘട്ടത്തിൽ ജീവിതത്തെ ഹോമിക്കാൻ പാടില്ല. എങ്ങനെ? വിനോദവും കളിയും, അത് 2ലും ഏർപ്പെട്ടിട്ട് സമയം നഷ്ടപ്പെടാൻ പാടില്ല. ചൈന മുൻപൊക്കെ ഇറക്കിയിരുന്നത് കുട്ടികൾക്ക് കളിക്കാൻ ചെറിയ, അതിൻ്റെ പേര് മറന്നുപോയി ഇപ്പോഴും, 10 ലക്ഷം കളികളാണ്. 100 കൊല്ലം കൊണ്ട് കളിച്ചാൽ തീരുവപ്പോൾ അത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു കുട്ടിയെ വാർത്തെടുക്കുന്ന രീതിയാണ്. നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തെ 100% കളിയിലും വിനോദത്തിലും അകപ്പെടുത്തുക. പിന്നെ അവന് സമയം ഉണ്ടാകും. അവനെ നശിപ്പിച്ചെടുക്കണം. നമുക്ക് അവന്റെ ശേഷി ഉപയോഗപ്പെടരുത്. അവന്റെ മനുഷ്യ കഴിവുണ്ടല്ലോ, മാൻ പവർ നമ്മളെന്ന് പറയുന്നത്, അത് ഉപയോഗപ്പെടരുത്. അവനും അവന്റെ കുടുംബത്തിനും അവനെ കൊണ്ട് പ്രയോജനം ഉണ്ടാകരുത്. ഇത് 2ലും അങ്ങോട്ട് മുഴുകും. അങ്ങനെ മുഴുകുന്ന ഒരു കാലം വളരെ ഗൗരവമാണെന്ന നബിയുടെ താക്കീത്. കളിയും വിനോദവുമാണ്. ഇതെല്ലാം പരിധിയിലും വളരെ വ്യവസ്ഥാപിതമായ ചില വ്യവസ്ഥകൾക്കടിസ്ഥാനത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ, ഇസ്ലാം അനുവാദം നൽകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലേക്കും വരികയല്ല. ഇത് കളിയും വിനോദത്തിൻ്റെ യുഗമാണ്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ത്യൻ ജനതയോട് രാഷ്ട്രപിതാവ് പറഞ്ഞ 4 കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങൾക്കിപ്പോൾ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയല്ലോ, വേറെ സ്വാതന്ത്ര്യമൊന്നും കിട്ടിയിട്ടില്ല, രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത്. അതുപോലും നശിപ്പിക്കാവുന്ന 4 വഴികളുണ്ട്. അത് നിങ്ങൾ കരുതിയിരിക്കണം. ഇപ്പൊ ഇന്ത്യക്കാരോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അതെന്തൊക്കെയാ? അതിലൊന്ന് കളികളാണ്. കളികൾ, അത് യഥാർത്ഥത്തിൽ കളിയല്ല, പക്ഷെ കളികളാണ്. ലോക രാജ്യങ്ങളെ നിശബ്ദമാക്കും, നിശ്ചലമാക്കി കളയും. ഒന്നും പ്രവർത്തിക്കൂല കളിയുടെ ദിവസം. അപ്പൊ മുൻപ് വർഷത്തിലൊന്നായിരുന്നു, പിന്നെ മാസത്തിൽ ഓരോന്നായി, ഇപ്പൊ എല്ലാ ആഴ്ചയിലും ഉണ്ട്. ഈ ക്രിക്കറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞ, ഇനിയിപ്പോ എല്ലാ ദിവസവും ലോകാടിസ്ഥാനത്തിൽ മത്സരം വരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ ഉദാഹരണമാണ് കളികൾ. അതിലൂടെയായിരിക്കും നിങ്ങളെ കീഴ്പ്പെടുത്തുക. എത്ര വലിയ ദീർഘദർശനം. എല്ലാ വെള്ളിയാഴ്ചയും FM റേഡിയോയിൽ ഗാന്ധിജിയുടെ 5 മിനിറ്റ് ഒരു വിഷയം ഒരു അധ്യാപകൻ ക്ലാസ് ആയിട്ട് പറയും. നിങ്ങളൊന്ന് കേട്ടു നോക്ക്. എനിക്കോടെ അത് കേട്ടാൽ തന്നെ ആളുകൾ നന്നാവുന്നതാണ്. അത്ര കാര്യമാത്ര പ്രസക്തമാണ്, ഗൗരവതരമായതാണ്. ഒരു ജനതയ്ക്ക് വേണ്ട നിർദ്ദേശമാണത്. ഗാന്ധിമാർഗം എന്നാണ് അതിൻ്റെ പേര്. നമുക്കത് വായിച്ചിട്ട് വേണേൽ മുഹമ്മദ് നബിയുടെ മാർഗം എന്നാക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. കാരണം 2 ഒന്നാണ് അപ്പൊ അതിനകത്ത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് അന്നമൽ ഹയാത്തു ദുനിയ ലഇബുൻ വലഹുവുൻ വസീനത്തുൻ, സൗന്ദര്യ മത്സരമാണ് പിന്നെ നടക്കുന്നത്. വതഫാഖുറുൻ, പിന്നെ പെരുമ കാണിക്കലാണ്. മറ്റൊരാളെ, അവരനേക്കാൾ ഞാൻ അല്പം വലുതാണെന്ന് ഞാൻ സ്വയം ഉണ്ടാക്കിയെടുക്കും.
അത് ഉടുപ്പിലും എടുപ്പിലും നടത്തത്തിലും ജീവിതത്തിലും സംസാരത്തിലും ഒരാളും ചെറുതില്ല, എല്ലാവരും വലുതാണ്. വളരെ ദീർഘദർശനം നടത്തിയ ഒരു കവിതയിലെ 2 വാക്കുകൾ: തീരത്ത് വന്ന് തല തല്ലിയിട്ട് ചാവും ഓളവും തീരവും ഞാനും ഒരുപോലെയാണ്. ഞാനാണ് വലുതെന്ന് കാണിക്കലാണല്ലോ. 100 രൂപയ്ക്ക് ചെയ്യാവുന്ന കാര്യം 1 ലക്ഷം രൂപയ്ക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ ജീവിതത്തെ ഇന്നത്തെ വർത്തമാന കാലത്ത് മുൻപ് ഞാൻ പറഞ്ഞതുപോലെയാണ്. എല്ലാ ദിവസവും ലോകാടിസ്ഥാനത്തിൽ മത്സരം വരുന്നത് പോലെയാണ് മുസ്ലിം സമൂഹങ്ങളിൽ നടക്കുന്ന കല്യാണങ്ങൾ. അതിനിപ്പോ 14 ദിവസം 15 ദിവസം വരെയായി. ഇനി 1 മാസമാവും. അത് ഒരു കല്യാണം ഉണ്ടോ? 15 ദിവസം ഒന്ന് എങ്ങനെ 15 ദിവസം എന്താകാൻ? ഇതാണ് ചിന്തിക്കുന്നത്. തഫാഖുർ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല. ഇതിനോട് ബന്ധിപ്പിച്ച് ഇമാം റാസി ഉദ്ധരിക്കുന്ന ഒരു വാക്ക് തക്കാസുർ എന്ന വാചകമാണ്. നാശമാണ് ഈ പെരുമ കാണിക്കൽ. അൽഹാക്കും അത്തക്കാസുർ. വളരെ ഗൗരവമായിട്ടാണ് ആയത്ത് ബന്ധിപ്പിച്ചത്. തഫ്സീറുൽ കബീറിൽ ഇമാം റാസി തഫാഖുറാണ്. വതക്കാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളിലും സമ്പത്തിലും പെരുമ കാണിക്കും. പിന്നെ അഭിമാനം മാത്രമല്ല കാണിക്കുക. കമസലി ഗൈസിൻ, ഇതൊരു ഉദാഹരണം പറഞ്ഞു. കാർമേഘം പോലെയാണ്. അഅ്ജബൽ കുഫാറ നബാത്തുഹു, മഴ പെയ്യും. അപ്പൊ കൃഷിക്കാർക്കൊക്കെ വലിയ സന്തോഷവും. ഇപ്പൊ വേനലിൽ ഒരു മഴ, കുംഭമാസത്തിൽ മഴ പെയ്യും. എന്ത് സന്തോഷം! ഏതാണ്ട് ഒരു 70% കാർഷിക ഉൽപ്പന്നങ്ങളും കൃഷി ചെയ്യുന്ന സമയം, ആദ്യത്തെ സമയം കുംഭമാസത്തിലാണ്. അപ്പൊ ഒരു മഴയാണ് കിട്ടുമ്പോഴാണ് അതിൻ്റെ ആ ഉണർവ് ഉണ്ടാകുന്നത്. കുഫാറിന് ഇവിടെ വേറൊരു അർത്ഥമുണ്ട്. കഠിനമായ നിഷേധികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. കുഫാർ ഇവിടെ കർഷകൻ എന്ന അർത്ഥത്തിലാണ്. എന്നാൽ ഈ അർത്ഥവും തഫ്സീറുകളിൽ വിവരിച്ചിട്ടുണ്ട്. സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ, അത് സമൃദ്ധമായി വളരും. വളർന്നു വരുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദമാവും. പിന്നീട് അത് മഞ്ഞളിച്ചു വരും, ഉണങ്ങും, വെറും ചണ്ടികൾ പോലെയാകും അവസാനം. സുമ്മ യകൂനു ഹുത്താമ, വൈക്കോലുകളാവും. വഫിൽ ആഖിറത്തി അദാബുൻ ഷദീദുൻ, പരലോകത്ത് കഠിനമായ ശിക്ഷ. പാശ്ചാത്യർ ഒഴിവാക്കിയ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ എല്ലാം ചെയ്യുകയാണ്. എന്തൊക്കെ ചെയ്യും? കളി, വിനോദം, സൗന്ദര്യം, സമ്പത്തിന്റെ ദുരുപയോഗം, ദുരഭിമാന കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യവും. പാശ്ചാത്യർ മുൻപ് മുടി വെട്ടൂല, അപ്പൊ അതിന് പുതിയ പേര് നമ്മൾ നൽകി. ഇപ്പൊ നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരും അല്ലാത്തവരും പിന്നീടുകയും കെട്ടിവയ്ക്കുകയും ചെയ്യാണ്. മുടി വെട്ടേണ്ടതില്ല എന്ന് പറഞ്ഞത് സ്ത്രീകളോടാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ അഴക് അതാണ്. അതിനുവേണ്ടി അബൂദാവൂദിന്റെ സുന്നനിൽ ഒരു അധ്യായമുണ്ട്, ഹദീസ് മാത്രം. അവര് വെട്ടുകയാണ്, അവരൊഴിവാക്കിയാണ്. പഴയ കാലത്തുള്ള നമ്മളെ അനുകരണമായി പറഞ്ഞ തഖ്ലീദ്. പുതുവർഷം ആഘോഷിക്കണം. എങ്ങനെയാ ആഘോഷിക്കേണ്ടത്? ഒരു വെളിവും യാതൊരുവിധ ചിന്തയുമില്ലാത്ത പോലെ എന്ന് പറഞ്ഞാൽ പഞ്ച ഇന്ദ്രിയങ്ങളും അതിൻ്റെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുന്ന തരത്തിൽ ലഹരികളും മയക്കുമരുന്നുകളും സർവം ധർമ്മസീമകളെയും ലംഘിച്ച തോന്നിയാസങ്ങൾ. ഇന്ന് ഞാൻ നമ്മുടെ വർത്തമാന പത്രത്തിൽ ഒരു പത്രം വായിച്ചപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചെറിയ ചാലുണ്ട്. ആ ഇച്ചിരി വെള്ളമുള്ളൂ, ഒരു ചെറിയ തോട്. അവിടെ ഫെസ്റ്റ് അവസാനിച്ചു എന്ന 6 കോളം വാർത്ത. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതെന്താ ലോകം? ഇതെന്ത് ലോകമാണിത്? എന്ത് ഫെസ്റ്റാ അവിടെ ഉള്ളത്? ഞാൻ സൂചിപ്പിച്ചത് വളരെ ഗൗരവമാണ്. ഒരു പുതുവർഷത്തിന്റെ ആഘോഷം, അത് യുവതീ യുവാക്കൾ അനിയന്ത്രിതമാണ്.
മുൻപ് ഇസ്ലാമിക സമൂഹം വരുമ്പോൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എവിടെയും ഭീതിപ്പെടുത്തപ്പെട്ട അന്തരീക്ഷത്തിൽ വളർന്നതാണ് പെൺകുട്ടികളൊക്കെ. അവരെ ഒരു വേള കൊന്നും കളഞ്ഞിരുന്നു. അവർക്ക് ജീവിത സ്വാതന്ത്ര്യമാണ് ഇസ്ലാം നേടിക്കൊടുത്തത്. ഒന്നുകൂടി പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് നേടിക്കൊടുത്തത് അതാണ്. അഭിമാന സ്വാതന്ത്ര്യം, ജീവിത സ്വാതന്ത്ര്യം, സമ്പാദ്യ സ്വാതന്ത്ര്യം, കുടുംബത്തിന്റെ ഭരണ സ്വാതന്ത്ര്യം, തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം, ലൈഫ് പാർട്ട്ണറെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ഒഴിവാക്കണമെങ്കിൽ അതിനുള്ള അവകാശ സ്വാതന്ത്ര്യം. ഇതെല്ലാം ഓരോന്നും പറയാനുള്ളതാണ്. ഇതൊക്കെ ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല, ആളുകൾക്കിടയിൽ, അങ്ങാടിയിൽ, പള്ളിയിൽ, പള്ളിക്കൂടങ്ങളിലെല്ലാം അവർ രംഗപ്രവേശം ചെയ്തപ്പോൾ ഒരു കവിത അറബിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു അറബി കവിത. നമ്മുടെ വയലാറിനെ പോലെ ഒരാളുടെ ഒരു കവിതയാണ് ഈ പറയാൻ പോണത്. ഈ ആണുങ്ങളെല്ലാവരും മുഹമ്മദ് നബി വന്നതിന് ശേഷം പെണ്ണുങ്ങളായി പോയോ? ഒരൊറ്റ ആണിനെ കാണാനില്ല. അത്രയും സമൂഹത്തിന്റെ മുൻപിൽ ഏറ്റവും ഔന്നത്യത്തിലേക്ക് എത്തി സ്ത്രീകൾ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവര് പുതുയുഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെയൊക്കെ കുട്ടികൾ 10 മണിയായാലും ഇല്ല, 12 മണിയായാലും ഇല്ല, 2 മണിയായാലും പെൺകുട്ടികൾ വീട്ടിലില്ല. ആലോചിച്ച് നോക്കിയേ. ഓടുന്ന വണ്ടിയിൽ എല്ലാ പീഡനങ്ങൾക്കും വിധേയമായി വലിച്ചെറിയപ്പെട്ട പെൺകുട്ടി രാത്രി 11 മണിക്ക് ഫ്രണ്ടിന്റെ വീട്ടിൽ പോകാൻ വണ്ടി കാത്തു നിന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എവിടെയാ യുഗം പോണത്? യുവതീ യുവാക്കൾ എങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്ന് സ്വബോധം വീണ്ടെടുക്കാൻ എന്താണോ ചെയ്യേണ്ടത് അങ്ങോട്ടാ തിരിയേണ്ടത്. അത്രയധികം മയക്കുമരുന്നിന് വിധേയമാണ് തലമുറകൾ ഒന്നടക്കം. വരും തലമുറയുടെ ഒരു അവസ്ഥയാണ്. അവർക്ക് സ്വയം സെൻസില്ല. ഒരു സെൻസും അവർക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. അവരെപ്പോഴും വലിയ വയലന്റ് ആയിരിക്കും, വലിയ ദേഷ്യമായിരിക്കും, വലിയ അക്രമവാസനയായിരിക്കും. പണം എവിടെ നിന്ന് ഉണ്ടാവുന്നു എന്നല്ല, അവർക്ക് അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് ചെലവ് ചെയ്യണം. വെറുതെ ഒരു കാര്യവും കഴിയില്ല. ഖുർആൻ സൂറത്തുൽ ഹദീദിലെ ഒരു ആയത്താണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഈ ജീവിതം ഇങ്ങനെ ഒരുപാട് ചതുരംഗപ്പലകയാണ്. ഇതിനിടയിൽ ജീവിച്ച് രക്ഷപ്പെടണം. അതിന് വേണമെങ്കിൽ, അതൊരു ജീവിത രക്ഷ വേണമെന്നുണ്ടെങ്കിൽ പരലോകത്ത് നരകം, ഈ ദുനിയാവും നരകീയമാണ്, പരലോകവും നരകീയമാണ്. അങ്ങനെ പെടണമെങ്കിൽ വീണ്ടും വിചാരം വേണം. ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 1 വയസ്സ് കഴിഞ്ഞു. അങ്ങനെ ഓരോ വയസ്സ് കഴിയുമ്പോൾ എന്താ ഉണ്ടാകാൻ പോണ ഭീതി എന്നറിയോ? വിവിധ തരം രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കും എല്ലാ മനുഷ്യരും. ഏഷ്യൻ ജനതയെക്കുറിച്ച് ഇപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ അങ്ങനെ മനസ്സിലാവും. ഓരോ കൊല്ലം കഴിയും തോറും രോഗങ്ങൾ ഓരോന്ന് തലവെക്കും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചികിത്സിക്കാൻ പോകും. പൈസ ഉണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ രോഗം വരാൻ പോകുന്നു, നിങ്ങൾ ഇൻഷുറൻസ് എടുത്ത് എല്ലാവരും ക്ലെയിം എടുക്കണം. അപ്പൊ ഒരു ഗുണം എന്താ? 15 രൂപയ്ക്ക് തീരുന്ന കേസ് 150 രൂപയാവും. 15 രൂപയുടെ ഗുളിക കഴിക്കേണ്ടതാണ്. എത്ര വലിയ തീവട്ടിക്കൊള്ളയെന്നല്ല, ഇങ്ങനെ ഈ നെറ്റ്വർക്കിനകത്ത് മനുഷ്യരെ പെടുത്തിയിട്ട് നമ്മളിങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് വരിഞ്ഞു മുറുക്കുകയാണ്. ഖുർആൻ പറഞ്ഞത്, ഖുർആൻ വന്നതിന്റെ ഒരു ദൗത്യം പറഞ്ഞതാണ്. വല്ലഅഗ്ലാലില്ലത്തി കാനത്ത് അലൈഹി. ഖുർആൻ സൂചിപ്പിച്ച വാചകം അതാണ്. ഇത് വലിയ ചങ്ങലയാണ്, വലിയ കയറുകളാണ്, പ്ലാസ്റ്റിക് വള്ളികളാണ്, നെയ്ത വലകളാണ്. ഇതിനകത്ത് പെടാണ്ടിന് ജീവിക്കാൻ പറ്റില്ല. അവ എല്ലാവരും അതിന് പരക്കം പായിയാണ്. അപ്പൊ നിങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ ഇത് വേണോ? എങ്ങനെ നിങ്ങൾ മാസം 50,000 രൂപ അടയ്ക്കുക. ആ 50,000 അതിന്റെ കൂടുതലുണ്ടോന്ന് നമ്മളെ ജയിക്കുന്നത്. കാരണം നമുക്ക് 52ാമത്തെ വയസ്സിൽ ഇതിലും വലിയ ചികിത്സിക്കാൻ വേണ്ടി വരുവേ. 1 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ആഹ്ലാദിച്ചു, അതൊക്കെ ശരിയാണ്. ഇനി ചികിത്സകളുടെ ലോകത്താണ്, ആശുപത്രികളുടെ ലോകത്ത് വലിയ വീണ്ടുവിചാരവും ചിന്തയും നഷ്ടപ്പെട്ട ഒരു ജനതയായി തീരുന്നു. ഒരു ദിവസം ഒരു വീട്ടിൽ ജീവിക്കാൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഖുർആനില് പറഞ്ഞല്ലോ,
ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ചെറിയ അനുഗ്രഹമാണെങ്കിൽ പോലും പടച്ചവൻ ചോദിക്കും. അത് ഉപ്പും മുളകും പുളിയും എരിവും ചേർത്ത് ഒരു ചെറിയ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കഞ്ഞി കുടിച്ചാൽ ആ ഒരു സുഖം നിങ്ങൾ 1,00,000 രൂപയുടെ ഫുഡ് കഴിച്ചാൽ കിട്ടില്ല. MD നാലപ്പാട് എഴുതിയ ഒരു വാക്കുണ്ട്. അത് അദ്ദേഹത്തിന്റെ ജീവിത അനുഭവം പറഞ്ഞതാണ്. പക്ഷെ മുസ്ലിമുകൾക്ക് മാത്രമേ, നബി അന്ന് രാത്രി കടന്നിട്ട് വിശപ്പിന്റെ ആധിക്യം കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. ഉറക്കം വരാത്ത ഒരു ദിവസം രാത്രി നബി എഴുന്നേറ്റ് വെറുതെ അടക്കാണ്, ഒരു ലക്ഷ്യവുമില്ല. സിദ്ദീഖുൽ അക്ബറും അങ്ങനെ തന്നെയായി. നമ്മുടെ പൂർവികരെ കുറിച്ചാട്ടെ ഈ പറയണത്. റളിയല്ലാഹു അൻഹു എന്ന് പറയാനും മാത്രം യോഗ്യരാണ് അവര്. രണ്ടാളും വിശന്നിട്ടാണ്, എന്താണോ ഉറങ്ങാത്തത്, അങ്ങ് എന്താണോ ഉറങ്ങാത്തത്, അത് തന്നെ എന്റെയും കാരണം. അപ്പോഴാണ് ഒരു വീട്ടിൽ വെളിച്ചം കണ്ടു, എഴുന്നേൽപ്പിച്ചു. അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അവിടെ ബാക്കിയുണ്ടായത് പഴങ്കഞ്ഞി എന്ന് നമ്മൾ പറയില്ലേ, അതവിടെ എന്തോ ഉണ്ടായി കൊടുത്തു. അത് രണ്ടാളോടെയും കഴിച്ചു. അത് കഴിഞ്ഞപ്പോ നബി ആ മുറ്റത്ത് നിന്നിട്ട് പറഞ്ഞു, ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ ഒരു ചെറിയ അനുഗ്രഹം ഇല്ലേ നമുക്ക് തന്ന ഒരു നേരത്തെ ഭക്ഷണം, അത് പടച്ചവൻ നാളെ ചോദിക്കും. നമ്മളൊരു ദിവസം നമ്മുടെയൊക്കെ ചെലവുകൾ, ഒരു കുടുംബം നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. ഇന്ത്യ അകത്ത് സ്ഥലമില്ലായിട്ടാണോ? അല്ല, അകത്ത് വേണ്ട. ഇനി വീട് തന്നെ പൊളിച്ചു കളയും, ഞങ്ങൾ പുറത്ത് തന്നെ ജീവിതവും. എന്താ ചെലവുകൾ ഓരോന്നും. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. മൊത്തത്തിൽ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഒരാവശ്യമനുസരിച്ചല്ല ഇത്. പടച്ചവൻ ചോദിക്കും നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, നമ്മുടെ ഓരോ പൈസയും, അതിൻ്റെ അധ്വാനം, സമയം, ഉപയോഗക്രമം, അതെന്തിനുപയോഗിച്ചു, എന്താണ് അതുകൊണ്ട് ഉണ്ടായത്, അങ്ങനെ തുടങ്ങി പലതും. സൂറത്തുൽ ഹദീദിൽ കുറെ അധികം കാര്യങ്ങൾ പറയാറുണ്ട്. പടച്ചവൻ നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ.